നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ 60 വയസ്സ് കഴിഞ്ഞ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാ മാസവും 1600 രൂപ പെൻഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് അർഹരായ പലരും ഇന്നും ഈ തുക വാങ്ങുന്നില്ല. ചിലർക്ക് എന്ത് പദ്ധതിയാണെന്ന് കൂടി അറിയില്ല. മറ്റു ചിലർക്ക് എങ്ങനെ അപേക്ഷിക്കണമെന്ന് അറിയില്ല. ആൻഡ് ചിലർ ബ്രോക്കർമാർക്ക് പണം കൊടുത്തിട്ടും പെൻഷൻ ലഭിക്കാതെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ലളിതമായി നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ഈ ഒരു പെൻഷന്, അതായത് 1600 രൂപ മാസം കിട്ടുന്ന പെൻഷന് അർഹർ, എന്തെല്ലാം രേഖകൾ വേണം, എവിടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്, അപേക്ഷിച്ചാൽ എത്ര ദിവസം കൊണ്ട് പെൻഷൻ ലഭിക്കും, ഇതെല്ലാമാണ്. നിങ്ങളുടെ വീട്ടിൽ വയസ്സായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് സാധ്യമാക്കി എടുക്കാൻ സാധിക്കും. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്ബാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പോൾ സ്ഥിരമായി എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഫിനാൻഷ്യൽ ടിപ്സ് ആൻഡ് കേരള ഗവൺമെൻറ് സ്കീംസ്, സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ്, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സർക്കാർ പദ്ധതികൾ പലതും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അതിൽ ശരിക്കും ഉപകാരപ്പെടുന്ന ചില പദ്ധതികൾ ഉണ്ട്. അത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് വാർദ്ധക്യകാല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. വരുമാനമില്ലാതെ കഴിയുന്ന നിരവധി മുതിർന്ന പൗരന്മാർക്ക് ഓരോ മാസവും സാമ്പത്തിക സഹായം നൽകാനാണ് ഈ ഒരു പദ്ധതി. ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പലരും പറയാറുണ്ട് കേന്ദ്ര സർക്കാർ 1600 രൂപ തരുന്നു എന്നൊക്കെ. അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമും കേരള സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സംവിധാനവും ചേർന്നാണ് നടപ്പാക്കുന്നത്. നമ്മുടെ കേരള സർക്കാർ സ്വന്തം വിഹിതം കൂടി ചേർത്ത് ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്നു. അതിനാൽ അപേക്ഷിക്കുന്ന ആളിന് പ്രത്യേകമായി 2 അപേക്ഷ നൽകേണ്ട ആവശ്യമില്ല. ഒരിക്കൽ അർഹത ലഭിച്ചാൽ സർക്കാർ നിശ്ചയിച്ച രീതിയിൽ പെൻഷൻ ലഭിക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രായം കൂടുമ്പം പലർക്കും സ്ഥിരമായ വരുമാനം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, മരുന്നിന്റെ ചെലവ്, ദൈനംദിന ആവശ്യങ്ങൾ, ഇതെല്ലാം കൂടി വരുമ്പം ചെറിയൊരു സാമ്പത്തിക സഹായം പോലും വലിയൊരു ആശ്വാസമാണ്. ഇത് മനസ്സിൽ വെച്ചാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. വാർദ്ധക്യ പെൻഷൻ എന്നത് വെറും ഒരു തുക മാത്രമല്ല, പ്രായമായ നമ്മുടെ മാതാപിതാക്കൾക്ക് മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെറിയ സാമ്പത്തിക സുരക്ഷ കൂടിയാണ്. ഇനി നമുക്ക് എത്ര രൂപ പെൻഷൻ ലഭിക്കും എന്നുള്ള കാര്യത്തെ പറ്റി സംസാരിക്കാം. നിലവിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് സർക്കാർ നിശ്ചയിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ പ്രതിമാസം ലഭിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DBT അഥവാ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഇനി ബാങ്കിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള പ്രായമായവരൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ വഴി ഈ പണം വീട്ടിലെത്തിച്ച് നൽകുന്ന ഒരു മികച്ച സംവിധാനവും കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഒരു ബ്രോക്കർമാർക്കും ഒരു ഇന്റർമീഡിയറി ആളുകൾക്കും നമ്മൾ 1 രൂപ പോലും കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്നില്ല. ഇനി ഇതിന്റെ എലിജിബിലിറ്റി നോക്കിയാലോ, ആർക്കൊക്കെയാണ് ലഭിക്കുക? യെസ്, അപ്പൊ ഈ ഒരു 1600 രൂപ എല്ലാ മാസവും അക്കൗണ്ടിൽ വരാൻ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത്? പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഒരു യോഗ്യത എന്ന് പറയുന്നത് പ്രായം. അപേക്ഷിക്കുന്ന വ്യക്തിക്ക് കുറഞ്ഞത് 60 വയസ്സ് തികഞ്ഞിരിക്കണം. രണ്ടാമത്തെ യോഗ്യതയായി കണക്കാക്കുന്നത് സാമ്പത്തിക സ്ഥിതി, അതായത് അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. അതല്ലെങ്കിൽ അവർ BPL കുടുംബത്തിൽ പെട്ടവരായിരിക്കണം. മൂന്നാമത്തെ യോഗ്യതയെ കണക്കാക്കുന്നത് താമസം. അപേക്ഷകൻ കഴിഞ്ഞ 3 വർഷമായി കേരളത്തിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം. അതുപോലെ തന്നെ സർക്കാരിന്റെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ഉദാഹരണത്തിന് വിധവാ പെൻഷൻ, അതുപോലെ ഭിന്നശേഷി പെൻഷൻ, ഇതൊന്നും വാങ്ങുന്നവരായിരിക്കരുത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഈ പെൻഷൻ എല്ലാ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ലഭിക്കുമോ എന്ന്. ഇല്ല, 60 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് മാത്രം മതിയാകില്ല. സർക്കാർ നിശ്ചയിച്ച ചില സാമ്പത്തിക മാനദണ്ഡങ്ങളും മറ്റ് നിബന്ധനകളും പാലിക്കണം. കാരണം ഈ പദ്ധതി പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായം നൽകാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം, പെൻഷൻ ലഭിക്കാൻ അപേക്ഷ നൽകിയാൽ മാത്രം പോരാ, അപേക്ഷയിലെ വിവരങ്ങൾ സർക്കാർ പരിശോധിക്കും. ഉദാഹരണത്തിന് അപേക്ഷകന്റെ പ്രായം, വരുമാന വിവരം, കുടുംബ വിവരം, മറ്റെന്തെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ടോ, ഇതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമാണ് അംഗീകാരം ലഭിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോവാം. ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ആ 5 രേഖകൾ എന്തെല്ലാമാണെന്ന്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിച്ചു വെച്ചോളൂ, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്പർ 1 ആധാർ കാർഡ്, അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖയായി ഇത് നിർബന്ധമാണ്. നമ്പർ 2 റേഷൻ കാർഡ്, BPL അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം. തേർഡ് വൺ പ്രായം തെളിയിക്കുന്ന രേഖ. 60 വയസ്സ് കഴിഞ്ഞു എന്ന് തെളിയിക്കാൻ വോട്ടർ ID, ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നമ്പർ 4 വരുമാന സർട്ടിഫിക്കറ്റ്. വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്. വരുമാനം 1 ലക്ഷത്തിന് താഴെയായിരിക്കണം, അത് ശ്രദ്ധിക്കുക. നമ്പർ 5 ബാങ്ക് പാസ്ബുക്ക്. പണം വരാനായി ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജും അതുപോലെ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയോടൊപ്പം തന്നെ നിങ്ങൾ കൊടുക്കണം. ഈ 5 രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു.
ഇനി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ഇതിന് 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ. നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ഈ പറഞ്ഞ ഒറിജിനൽ രേഖകളുമായി പോവുക. അവർ വളരെ പെട്ടെന്ന് തന്നെ സേവന പെൻഷൻ പോർട്ടൽ വഴി ഓൺലൈനായി അത് അപേക്ഷിച്ച് തരികയും അതിനോടൊപ്പം നിങ്ങൾക്ക് അതിന്റെ ഒരു രസീത്, ദാറ്റ് മീൻസ് അക്നോളജ്മെന്റ് റെസിപ്റ്റ് നൽകുകയും ചെയ്യും. ഇനി അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ ഒരു അക്നോളജ്മെന്റിൽ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, അത് കൊടുത്താൽ മതി. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ, അതായത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അതല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിൽ നേരിട്ട് ചെന്ന് അപേക്ഷാ ഫോറം വാങ്ങി പൂരിപ്പിച്ച് ഈ രേഖകളെല്ലാം ഒപ്പം വെച്ച് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പണം മാസം തോറും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. അപേക്ഷ നൽകിയാൽ ഉടൻ പണം കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. അപേക്ഷ നൽകിയ ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാണോ അവർ വന്നത് പരിശോധിക്കും. എന്നിട്ട് മാത്രമേ അർഹത ഉറപ്പാക്കുള്ളൂ. എല്ലാം ശരിയായാലും മാത്രം നിങ്ങൾക്ക് പെൻഷനും കിട്ടും. അതിനാൽ അപേക്ഷ നൽകി ഉടൻ തന്നെ പണം വരാത്തത് എന്താണെന്നുള്ളത് ആലോചിച്ചിരിക്കേണ്ട, ഇതിനൊക്കെ സമയമെടുക്കും. ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന കുറച്ച് തെറ്റുകളുണ്ട്. അതായത് ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്തിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ തെറ്റായ മൊബൈൽ നമ്പർ, നമ്മൾ അറിയാലോ ഇത് 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് കിട്ടുക. അപ്പൊ അവരായിരിക്കും ചിലപ്പോൾ പോണത്, അപ്പം നമ്പർ അറിയാതെ തെറ്റിപ്പോവുക. അതുപോലെ രേഖകളിൽ പേരിന് വ്യത്യാസം അല്ലെങ്കിൽ സെക്കൻഡ് നെയിമിന് വ്യത്യാസം, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ അപേക്ഷ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു അക്നോളജ്മെന്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കില്ല. ബ്രോക്കർമാർക്കൊക്കെ നമ്മൾ പണം കൊടുത്ത് വെറുതെ നമ്മളെ പൈസ കളയും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതിലൊന്നും നിങ്ങൾ വീഴരുത്. ഈ തെറ്റുകളൊന്നും നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, സർക്കാർ സമയാസമയങ്ങളിൽ പെൻഷൻ തുക, അതുപോലെ അർഹത രേഖകൾ, വരുമാന മാനദണ്ഡം എന്നിവയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്താറുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലോ ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടി ചോദിച്ച് ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം. പല മുതിർന്ന പൗരന്മാർക്കും ഓൺലൈൻ അപേക്ഷകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അതിനാൽ മക്കളോ കുടുംബങ്ങളോ അവരെ സഹായിക്കണം. പക്ഷെ ശ്രദ്ധിക്കുക, OTP വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ജാഗ്രത പാലിക്കുക. ബാങ്ക് വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ എന്നിവ അനാവശ്യമായി മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. സർക്കാർ പദ്ധതികളുടെ പേരിൽ അനേകം തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു 1600 രൂപ പെൻഷൻ കിട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപേക്ഷിക്കേണ്ട രീതി, എലിജിബിലിറ്റി, എന്തൊക്കെ രേഖകൾ വേണം, ഇതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. 1600 രൂപ നമ്മളിൽ പലർക്കും ചെറിയൊരു തുകയായിരിക്കും. എന്നാൽ പ്രായമായിട്ട് വരുമാനമൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ നാട്ടിലെ എത്രയോ അച്ഛന്മാർക്കും അമ്മമാർക്കൊക്കെ മരുന്ന് വാങ്ങാനും അവരുടെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വലിയൊരു സഹായമായിരിക്കും ഇത്. സോ വിവരമില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് ആർക്കും ഇത് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരമായിട്ടില്ലെങ്കിൽ അവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികൾ, ബാങ്ക് സ്കീമുകൾ, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ, പെൻഷൻ പദ്ധതികൾ, സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന സാമ്പത്തിക വിവരങ്ങളെല്ലാം വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ അറിയാൻ ബോസ്വാല ഡെയിലി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.